ഞാനിപ്പോൾ ഉള്ളത് ഈ മുണ്ടത്തിക്കോട് ഈ സ്ഫോടനം നടന്ന് ഏകദേശം ഒരു 200 മീറ്റർ ചുറ്റളവിന് ഇപ്പുറത്താണ്. ഇവിടെ വീടുകളിലൊക്കെ നമുക്ക് കാണാം ജനലിലേക്ക് ചില്ലൊക്കെ പൊട്ടിയാകെ നശിഞ്ഞിരിക്കുകയാണ്. ഇവിടുത്തെ വീടുകളിലൊക്കെ ഒരുമാതിരിപ്പെട്ട എല്ലാ വീടുകളിലും ജനൽ ചില്ലുകളെല്ലാം തന്നെ പൊട്ടിത്തീർന്നിട്ടുണ്ട്. ഈ ജനൽ ചില്ലുകൾ പൊട്ടുമ്പോഴാണ് ഈ വീട്ടുകാർ അറിയുന്നത് എന്താ സംഭവിച്ചത്. ആദ്യഘട്ടത്തിൽ ഒരുപക്ഷെ ഇവർ കരുതി കാണുക വല്ല ഭൂമി കുലുങ്ങ എന്നൊക്കെ മറ്റോ ആയിരിക്കാം. പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് ഇത്തരത്തിൽ ഈ വെടിക്കെട്ട് അപകടത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഉണ്ടായെന്ന് അറിയുന്നത്. ഇപ്പം എന്തായാലും നമ്മുടെ ഇപ്പോൾ വീട്ടുകാർ ചേരുന്നുണ്ട്. ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നോ? ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു, റൂമിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച ആദ്യം ഇവിടെ കുട്ടംകുളം പള്ളിയിൽ പെരുന്നാളുണ്ടല്ലോ, അപ്പൊ അതിന്റെ വെടിക്കെട്ട് വെച്ചിട്ട് ആദ്യം ശ്രദ്ധിച്ചില്ല. പിന്നെ ഇവര് സാമ്പിൾ ഇടയ്ക്ക് കഴിഞ്ഞ വർഷമൊക്കെ പൊട്ടിച്ചിരുന്നു പൂരത്തിന് മുന്നേ. പിന്നെ ജനലൊക്കെ തകർന്ന് ഞങ്ങൾ ആ റൂമിലായിരുന്നു, രണ്ടാമത്തെ റൂമില്. ഫസ്റ്റ് റൂമില് ജനലുകൾ തകർന്ന് താഴത്തേക്ക് വീണു. പിന്നെ ഞാനും കുട്ടികളും കൂടി ഹസ്ബൻഡും കൂടിയിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നു. പിന്നെ ഒരു 2 മണിക്കൂറിന് ശേഷം പുറത്തേക്ക് വന്നത്. അപ്പൊ ഇവിടെ നോക്കുമ്പോ കത്തുന്ന കണ്ടായിരുന്നു. പിന്നെ പൊട്ടല് 3 മണിക്കൂറോളം ഇത് പൊട്ടിയിട്ടുണ്ട്. ഞാൻ അവിടെ ഉണ്ടായിരുന്നു. നല്ല വൈബ്രേഷൻ ആയിരുന്നു. അടച്ചിട്ട് ജനലൊക്കെ തന്നെ തുറന്ന് എയർ റോളൊക്കെ പൊട്ടിരിക്കുക ഫുള്ള്. വീട് പുതിയ വീടാണോ? പുതിയ വീടാണ്, 1 വർഷമായിട്ടുള്ളൂ. ഇപ്പം കഴിഞ്ഞ ആഴ്ചയാണ് നമ്പർ കിട്ടിയത്, വീട്ടു നമ്പർ. ടെറസ് എല്ലാം ജനലുകളാണ് മെയിനായിട്ട് പോയത്. ജനലെല്ലാ കുളത്തും എല്ലാം പോയി. ഞാനും ഉണ്ടായിരുന്നു. ഞാൻ എല്ലാവരും കൂട്ടി റൂമിലേക്ക് ഉള്ളിൽ കയറി ഓടിക്കേറി. ഞാൻ ആദ്യം ഭൂമികൾക്ക് എന്താ മനസ്സിലായില്ല, ഒരു കുലുക്ക ആദ്യം ഉണ്ടായത്. പിന്നെ പെട്ടെന്ന് മനസ്സിലായത് അടുത്ത് മരുന്ന് ആലയുണ്ട് അതാ പൊട്ടിത്തെറിച്ചെന്നുള്ളത്. കാരണം ഞങ്ങൾ ദിവസം ഓരോ ഇത് ഉണ്ടാക്കുമ്പോഴും ഒരു സാമ്പിൾ പൊട്ടിക്കും, എങ്ങനെ ഇത് സൗണ്ട് ഉണ്ടോ ഇല്ല എന്നുള്ളത്. ആ സമയത്ത് ഇത്തരത്തിൽ പ്രകമ്പനങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടോ? അല്ലല്ല, അത് സാധാരണ മാതിരിയുള്ള ചെറിയൊരു കുലുക്കം അങ്ങനെ ഉണ്ടാവാറുള്ളൂ. നമ്മള് ഈ ഗുണ്ടൊക്കെ പൊട്ടിക്കില്ലേ, പിന്നെ ആകെ ഞങ്ങൾ ഞെട്ടി. ഭൂമി കുലുക്കാന്ന് പിന്നെ തോന്നണം, അങ്ങനെ ഇളകായിരുന്നു ബിൽഡിംഗ്. അങ്ങനെ പിന്നെ മോനെ ഇപ്പുറത്തെ റൂമിലുണ്ടാവാറ് സാധാരണ. ഇപ്പൊ ഇന്നലെ ഉച്ചയ്ക്ക് അവിടെ AC ഓണാക്കി കൊണ്ട് അപ്പുറത്ത് വന്നിരിക്കാൻ വേണ്ടിട്ട് അവന് അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അല്ലെങ്കിൽ അവന്റെ മേലേക്ക് മൊത്തം ആവുമായിരുന്നു ചില്ല്. രക്ഷപ്പെട്ടു. അതെ രക്ഷപ്പെട്ടു. എന്തായാലും വയ്യാത്തൊരു മോനൊക്കെ ഉള്ള വീടാണ്. ആ മോൻ ആ സമയത്ത് തൊട്ടപ്പുറത്തെ മുറിയിലായിരുന്നു. ഭാഗ്യമായില്ലെങ്കിൽ ആ ചില്ല് മൊത്തം ആ മോൻ്റെ മേത്തേക്കൊക്കെ വീണേനെ. നിലവിൽ ഇവരും അങ്ങനെ പേടിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇവിടുത്തെ ഓരോ വീടുകളിലേക്ക് നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുക അത്തരത്തിലുള്ള ചില്ലുകളും മറ്റുമൊക്കെ ചിന്നിച്ചിതറയായിട്ടുള്ള സാധനങ്ങളാണ്. വെടിക്കോപ്പുകളും മറ്റുമൊക്കെ ഇവിടെയുമൊക്കെ പരന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ ഇവിടെ നിന്ന് ആളുകൾ ഓടുമ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, തൊട്ടപ്പുറത്തെ പറമ്പിൽ നിന്നാണ് ഒരു മൃതദേഹത്തിൻ്റെ പാദരക്ഷ കിട്ടിയത്. അതോടൊപ്പം തന്നെ ഇത്രയും ദൂരം, അതായത് ഏകദേശം ഒരു 100 മീറ്റർ പരിധിയൊക്കെ അപ്പുറത്തേക്ക് ഈ ശരീരാവശിഷ്ടങ്ങളൊക്കെ ഉയർന്നു പൊങ്ങി ഇപ്പുറത്തേക്ക് വീണു എന്നതാണ്. അതും ഏറെ ഭീതിപ്പെടുത്തുന്ന കാര്യമാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം. ഇവിടെയൊക്കെ നമുക്ക് കാണാം ഓരോ വെടിമരുന്നിൻ്റെയും മറ്റുമൊക്കെ വെടിക്കോപ്പുകളും മറ്റുമൊക്കെ ഇവിടെ കിടക്കുന്നതായിട്ട്. അപ്പോൾ അത്രയേറെ ഭീതി പരത്തുന്ന രീതിയിലായിരുന്നു ശബ്ദവും എല്ലാം. ആദ്യഘട്ടത്തിൽ ഒരുപക്ഷെ ഭൂമി കുലുക്കം വന്ന രീതിയിലാണ് ഇവരെല്ലാവരും പറഞ്ഞ രീതിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കിയത്. പക്ഷേ പിന്നീടാണ് ഈ കത്തുന്നതും അതോടൊപ്പം തന്നെ ഈ പുകയും ഒക്കെ ഉയരുന്നതോടുകൂടി അവരും അങ്ങനെ പരിഭ്രാന്തിയിലായത്. ഇവിടുത്തെ ഓരോ വീടുകളിലേക്ക് പോയാലും ഇത്തരം ദയനീയമായ കാഴ്ചകൾ തന്നെയാണ്. പുതിയ വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഏകദേശം 1 വർഷം മാത്രമേ ആവുന്നുള്ളൂ. ആ വീടിൻ്റെ ചില്ലുകളെല്ലാം തന്നെ പൂർണ്ണമായിട്ടും തകർന്ന നിലയിലാണ്. ശ്രീജ.